മലസ് നിർമ്മയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ട്രാൻസ്ലേഷൻ സർവീസുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഡോക്യുമെൻസുകൾ ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നത്. നമുക്കിപ്പോൾ നാട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ് പ്ലസ് ടുവിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഈവൻ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ നാട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടാണല്ലോ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് നോർമലി അത് ഇംഗ്ലീഷിലായിരിക്കും കിട്ടാറ്. എന്നാൽ ജർമ്മനിയിൽ അങ്ങനെയല്ല. ജർമ്മനിയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജ് ജർമ്മൻ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജർമ്മനിയിലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ജർമ്മൻ ഡോക്യുമെൻറ്റുകളായിട്ടാണ് അത് നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ പോലും ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഡോക്യുമെൻറ്റ് നമ്മൾ ജർമ്മൻ ആക്കിയിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്കിന്ന് അതിനെപ്പറ്റി സംസാരിക്കാം. മെയിനായിട്ട് 2 തരത്തിലുള്ള ട്രാൻസ്ലേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സിമ്പിൾ ട്രാൻസ്ലേഷനും സർട്ടിഫൈഡ് ട്രാൻസ്ലേഷനുമാണ്. ഈ സിമ്പിൾ ട്രാൻസ്ലേഷൻ നമുക്ക് നമ്മുടെ ലോക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഒരു ജോബ് സെർച്ചിനൊക്കെ പോകുമ്പോൾ നമുക്ക് ചുമ്മാ നമ്മുടെ റെസ്യൂമെ കൊടുക്കാൻ, CV കൊടുക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ട്. ഈ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ നമുക്ക് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങൾക്ക്, ലീഗൽ ആവശ്യങ്ങൾക്ക്, ഗവൺമെന്റ് പർപ്പസിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഈ സിമ്പിൾ ട്രാൻസ്ലേഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്ക് DeepL അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ അതേപോലെയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് PDF ആയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. മെയിനായിട്ട് നമ്മുടെ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ ആവശ്യം വരിക നമ്മുടെ വിസ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പിന്നെ പോലീസ് ക്ലിയറൻസ്, ഈ വക സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാം നമുക്ക് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ജോബ് ആപ്ലിക്കേഷൻ്റെ സമയത്തും വർക്ക് പെർമിറ്റിൻ്റെ സമയത്തും ചില കമ്പനികൾ നമ്മുടെ എക്സ്പീരിയൻസ് ലെറ്ററൊക്കെ ചോദിക്കും. അതും നമുക്ക് ഇംഗ്ലീഷിൽ കൊടുത്താൽ ശരിയാകാറില്ല, ജർമ്മനിൽ തന്നെ കൊടുക്കണം. പിന്നെ നമ്മുടെ അക്കാഡമിക് റെക്കഗ്നീഷൻ, അതായത് അനാബിൻ റെക്കഗ്നീഷന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ ലീഗൽ അഫിഡവിറ്റ്സ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ എല്ലാം ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രമേ അത് ശരിക്കുള്ളൊരു വാലിഡ് സോഴ്സ് ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ കണക്കാക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷിലാണെങ്കിൽ അത് ജർമ്മനിലേക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇതിനെല്ലാം സർട്ടിഫൈഡ് ട്രാൻസ്ലേഷനാണ് ആവശ്യം വരിക. അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ആർക്കാണ് ഈ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള അനുവാദം ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ ഒള്ളി ഒരു സോൺ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഒരു കോർട്ട് സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റർ ഇവർക്ക് മാത്രമേ നമുക്ക് സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ ജർമ്മനിയിൽ തരാനുള്ള അനുവാദമുള്ളൂ. ആക്ച്വലി ഈ സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റേഴ്സ് എല്ലാം ജർമ്മനിയിലെ ഓരോ കോടതിയുമായിട്ട് തന്നെ രജിസ്റ്റേർഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു ട്രാൻസ്ലേറ്ററെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ BDU എന്നുള്ളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇതൊരു ഫെഡറൽ അസോസിയേഷൻ ഓഫ് ഇന്റർപ്രിറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ വെബ്സൈറ്റ് ആണ്. ഇതിൽ ജർമ്മനിയിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെയും വിശദ വിവരങ്ങളും അവരുടെ രജിസ്റ്റേർഡ് IDയും എല്ലാം ഇതിൽ അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തെ വഴി എന്നുള്ളത്, നിങ്ങൾ ഏത് റീജിയണിലെ കോർട്ടിൻ്റെ അണ്ടറിലാണെന്ന് നോക്കുക. ആ കോർട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് ട്രാൻസ്ലേറ്ററിനെ ലഭിക്കുന്നതായിരിക്കും. പിന്നെയുള്ളൊരു മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ഏജൻസീസ് ഉണ്ട്, ലിങ്കോക്, ട്രാൻസ്ലേറ്റ് പ്രോസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണെങ്കിലും നമുക്ക് ഈ സർവീസ് ഉപയോഗിക്കാം. പക്ഷേ എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയത്തില്ല. കുറേ നല്ല നല്ല വെബ്സൈറ്റുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൊസീജിയർ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഒരു ട്രാൻസ്ലേറ്ററിനെ കണ്ടെത്തുക. ആ കണ്ടെത്തിയ ട്രാൻസ്ലേറ്റർക്ക് നിങ്ങൾ PDF ആയിട്ടോ ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർ ഏത് ഫോർമാറ്റാണ് പ്രിഫർ ചെയ്യണത് ആ രീതിയിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഒരു കൊട്ടേഷൻ ചോദിക്കുക. അവർ കൊട്ടേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഓക്കെ പറഞ്ഞ് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക. അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റാമ്പും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ നമുക്ക് അയക്കും. നോർമലി ഇത് കോസ്റ്റ് വരിക, നിങ്ങൾ ഏത് ട്രാൻസ്ലേറ്ററിനെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത് അവരുടെ സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ടാക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ചുമ്മാ വേണമെങ്കിൽ ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് €35 തൊട്ട് €50 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ട്രാൻസ്ലേഷൻ ചെയ്ത് നമ്മുടെ കൈ കിട്ടാനെടുക്കുന്ന സമയം, ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഒന്ന് ഗൂഗിൾ അല്ലെങ്കിൽ DeepL നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്ററിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സ്റ്റാമ്പ് ചെയ്യാത്ത, അതായത് സർട്ടിഫിക്കേഷൻ വേണ്ടാത്ത സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അത് 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് റെഡിയാക്കി കിട്ടും. ഇല്ലെങ്കിൽ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ, അതായത് വിത്ത് സ്റ്റാമ്പോട് കൂടിയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു 4 ദിവസം തൊട്ട് 7 വർക്കിംഗ് ഡേയ്സ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ട്രാൻസ്ലേറ്ററിനെ കണ്ടെത്താനുള്ള 3 വഴികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടും കണ്ടെത്താം, ഓഫ്ലൈനായിട്ടും കണ്ടെത്താം. ഓൺലൈനായിട്ട് കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവർ എത്രത്തോളം റെക്കഗ്നൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഇവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്നൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അവർ നമ്മളെ വിശ്വസിപ്പിച്ചെന്നിരിക്കാം, ഞങ്ങളിതങ്ങനെയാണ്, ഇതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയോട് കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്, മലൂസ് ഇൻ ജർമ്മനി, അതായത് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ്, ഞങ്ങൾക്ക് ഒരു സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഞങ്ങളുടെ സോൺ ട്രാൻസ്ലേറ്റർ ആളിവിടുത്തെ റെക്കഗ്നൈസ്ഡ് ട്രാൻസ്ലേറ്ററാണ്, കോർട്ടിൽ രജിസ്റ്റേർഡ് ആണ്. നല്ല രീതിയിൽ തന്നെ ഞങ്ങളുമായിട്ടൊരു 2-3 കൊല്ലത്തോളമായി ഞങ്ങൾ ഇപ്പോൾ ജർമ്മനിയിൽ ഒത്തിരി ആൾക്കാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു.
മോർ ദാൻ 100 പോരാ, ഒരു 500 മുകളിൽ ആൾക്കാർക്ക് ഞങ്ങളിപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ സ്മൂത്തായിട്ട് തന്നെ പോകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാം. ഏറ്റവും റേറ്റ് കുറഞ്ഞ് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പെർ ലൈന് 90 സെൻസ്, 90 സെൻസ്, അതായത് 55 ക്യാരക്ടറുള്ള ഒരു ലൈന് 90-95 സെൻസാണ് ഞങ്ങൾ ചാർജ് ചെയ്യുക. പിന്നെ എന്താണ് പോസ്റ്റൽ ചാർജ് €3, സ്റ്റാമ്പ് ഡ്യൂട്ടി €5, അങ്ങനെയൊക്കെ പറഞ്ഞ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണിക്കുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.